വടകര മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പരിപാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ KP ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഈ റംസാൻ മാസത്തിൽ ഇങ്ങനെ ഒരു ഒത്തുകൂടൽ വ്രതാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വരുന്ന ഒരു മാസം എന്ന് പറയുന്ന റംസാൻ മാസം പെരുന്നാൾ വരെയുള്ളത് ആഘോഷപൂർവ്വം അനുഷ്ഠിക്കുന്ന ഒരു മാസം എന്നുള്ള രീതിയിലേക്ക് നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഇതിന്റെ റംസാൻ മാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിലേക്കുള്ള ഇഫ്താർ സംഗമ വേദികളിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രഭാഷണത്തിലൂടെയും മറ്റും മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇതിന്റെ കൂടുതലായിട്ട് കാരണം ചെറുപ്പനാൾ മുതൽക്ക് തന്നെ ഇത്തരത്തിലേക്കുള്ള സംഗമ പരിപാടി എന്നതിനപ്പുറത്തേക്ക് വീടുകൾക്ക് തൊട്ടപ്പുറത്തേക്ക് റംസാൻ മാസം 30 ദിവസം എന്നുള്ള രീതിയിലേക്ക് പങ്കെടുക്കുന്ന ആളെ എന്നുള്ള രീതിയിലേക്ക് അന്നൊരു പ്രാർത്ഥനയും കാര്യങ്ങളും എന്നുള്ള രീതിയിലേക്ക് കാണുന്നതിനൊക്കെ അപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ ഹുസൈൻ മടവ് നല്ലൊരു പ്രഭാഷണം നടത്തിയാണ്. ആ പ്രഭാഷണത്തിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ആ സാധ്യതകളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പം എന്റെ മുമ്പിലിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഘോഷരാവുക എന്നുള്ള രീതിയിലേക്ക് ഈ റംസാൻ മാസത്തെ കാണുമ്പോൾ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് നിങ്ങൾ തരുന്ന ഈ ഒത്തൊരുമയും ഈ കൂട്ടായ്മയും ഞങ്ങൾക്ക് പലവിധ അനുഭവങ്ങളും പങ്കുവെക്കാനുള്ള ഒരു അവസരം എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് തന്നെ ഈ ഒരു സംഗമ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും നല്ലൊരു പെരുന്നാൾ ആശംസ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. വടകര മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി മജീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. വർക്കിംഗ് പ്രസിഡന്റ് രഞ്ജിത്ത് കല്ലാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർമാൻ PK സതീശൻ മാസ്റ്റർ, വടകര DYSP ഹരിപ്രസാദ്, അമൽ അശോക്, സുരേന്ദ്രൻ OK, PP രാജൻ, മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. ഇത്തരമൊരു സംഘം ഏർപ്പാടാക്കി അതിൻ്റെ അകത്ത് പോലീസിനെയും കൂടെ പങ്കാളികളൊക്കെ തോന്നിയ നല്ല മനസ്സിന് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. എല്ലാവർക്കും ആശംസകൾ, ആഘോഷകാലത്ത് നോമ്പിന്റെ ആശംസകൾ എല്ലാവർക്കും നൽകി. ഈ സ്നേഹ സംഗമത്തിന് എല്ലാവിധ ഭാവങ്ങളും ചെയ്തു. അതികഠിനമായ ചൂടുള്ള ഒരു കാലം, ആ ചൂടുള്ള കാലത്ത് ഇങ്ങനെയുള്ള ഒരു വ്രതാനുഷ്ഠാനം നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ മാനവികതയെ, നമ്മുടെ സാഹോദര്യത്തെ, അനുകമ്പയെ കൂടുതൽ ഉജ്ജ്വലമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അത് കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു.